സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. തൃശ്ശൂരെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഇലക്ഷൻ മത്സരിക്കാനുള്ളൊരു മൂഡുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആ മൂഡ് നഷ്ടപ്പെട്ടു. താങ്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ ജയിച്ചാൽ കണ്ടൻഡർ അല്ല. അത് ഞാൻ കണ്ടൻഡറല്ല. അങ്ങയുടെ സഹോദരി BJP ചേർന്നു ഇപ്പം, പക്ഷേ പദവികളൊന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടിയില്ല. അതല്ലേ പറഞ്ഞു, ഇവിടുന്ന് തിരക്കിട്ട് ചാടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, VS ജോയിയും ആര്യാൺ ഷൗക്കത്തും കോൺഗ്രസിലുണ്ടാവും. പിണറായി വിജയന് പകരം രമേശ് ചെന്നിത്തലയോ VD സതീശനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും കയറി ചോദ്യം ചെയ്യില്ലേ? CP ജോണിലെ പോലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു, ഈഴവ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ കോൺഗ്രസിന് പരാജയം സംഭവിച്ചു. പിന്നോക്ക സമുദായങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ദിവ്യ അയ്യർ കഴിഞ്ഞ ദിവസം വിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കളൊക്കെ പോലെ ഒരു മുതിർന്ന നേതാവ് പ്രതികരിക്കേണ്ട കാര്യമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ചില സിവിൽ സർവീസ് നിയമങ്ങൾ അത് ആര് ലംഘിച്ചാലും അത് തെറ്റ് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സജീവ മുഖം ഊർജ്ജസ്വലനായ ശ്രീ K മുരളീധരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ K മുരളീധരൻ. നമസ്കാരം. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണെന്ന് തോന്നുമല്ലോ. അല്ല, പാർട്ടിയുടെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും LDFൻ്റെ ഒരു പ്രചരണമുണ്ട്. മൂന്നാമതും പിണറായി വരും, മൂന്നാമതും വരും എന്നുള്ളൊരു പ്രചരണവും കോൺഗ്രസിൻ്റെ ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പ്രചരണം നടത്തുന്നത്. അത് LDFൻ്റെ പ്രത്യേകിച്ച് CPMൻ്റെ PR വർക്കിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. വിഷൻ 25നോടൊപ്പം വിഷൻ 26ഉം കൂടെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ CPMൻ്റെ ഒരു PR വർക്കാണെങ്കിലും ഒരു ഭരണ തുടർച്ചയുടെ മൂന്നാം ഊഴം എന്നൊരു അജണ്ട അവർ സെറ്റ് ചെയ്തില്ലേ? അല്ല, അജണ്ട സെറ്റ് ചെയ്തിട്ടെങ്കിലും അത് ഇതിനൊക്കെ ആരാണ് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്? ഇപ്പം ഞാൻ പറയാം, മാസങ്ങളായി നടക്കുന്ന പല സമരങ്ങളോടും ഈ സർക്കാർ അനുവർത്തിച്ച നയം ഇവർ സമ്പന്നരുടെ കൂടെയാണ്, സാധാരണക്കാരൻ്റെ കൂടെ ഇല്ല. അതാണ് സത്യത്തിൽ കഴിഞ്ഞ ലോക്സഭയിൽ കേരളത്തിൽ അവർക്ക് തിരിച്ചറിയുണ്ടായത്. ആ സിറ്റുവേഷൻ ഒന്നുകൂടെ മോശമായിട്ടേ ഉള്ളൂ. അതല്ല, അതൊന്നും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ രണ്ടും തെരഞ്ഞെടുപ്പ് രണ്ട് രീതിയിലാണ് കേരളത്തിൽ. അല്ല, അതുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ 2021 ഒരു അന്തരീക്ഷം ഇന്ന് അവർക്കില്ല. 2021 കോവിഡ് കാരണം ഞങ്ങൾക്കും പ്രചരണം വേണ്ടത്ര കൊഴുപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ആ നേരത്തുള്ള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അതൊക്കെ ജനങ്ങൾ മുൻകാലങ്ങളിലെ പല അവരുടെ ചെയ്തികളും മറന്നുകൊണ്ട് LDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ഒന്നുമില്ല. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്നുള്ള ഒറ്റ നേതാവിനെ മുന്നിൽ നിർത്തിയാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പക്ഷേ മറുഭാഗത്ത് നോക്കിയാൽ ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? പരിപാടി ഞങ്ങൾക്കുണ്ടല്ലോ. പരിപാടി എന്താ? UDF എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളുടെ അത് പ്രകടന പത്രിക ഇറങ്ങുമല്ലോ നേതാവ്. പക്ഷേ നേതാവിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കാലത്തും കോൺഗ്രസ് ഒരു നേതാവിനെ കേന്ദ്രീകരിച്ച് ഇലക്ഷൻ പോയിട്ടില്ല. ഇപ്പോൾ മുമ്പ് കരുണാകരൻ ഉണ്ടായിരുന്നു, അത് വളരെ ശക്തനായിരുന്നു. എല്ലാവർക്കും അറിയായിരുന്നു UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി. പക്ഷെ അപ്പോഴും ഇന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിച്ചിട്ടില്ല. അത് ഇലക്ഷന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അല്ല, എല്ലാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം ഹൈക്കമാൻഡാണ് നേതാവിനെ തീരുമാനിച്ചത്. അങ്ങ് പറഞ്ഞ പോലെ ലീഡറുടെ കാലത്തൊക്കെയാണ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് വ്യക്തമായി. ഇത് കാരണം ഇപ്പോൾ ജനറേഷൻ മാറിയല്ലോ. ഇപ്പോൾ കരുണാകരൻ, AK ആൻ്റണി ഇപ്പോഴും ഉണ്ടെങ്കിലും അത് ഒരു ഉപദേശകൻ്റെ റോളിലേക്ക് മാറിയല്ലോ. ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല, കരുണാകരൻ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ യങ് ജനറേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും യങ് ജനറേഷൻ ഇപ്പോഴത്തെ പലർക്കും പ്രായമായിട്ടുണ്ട്, എങ്കിലും പഴയ ആൾക്കാർ മാറുകയാണല്ലോ. രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നതനുസരിച്ചിട്ടുള്ള ലീഡർഷിപ്പ് ചേഞ്ച് ഇവിടെ ഉണ്ടായല്ലോ. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഒരിക്കലും ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ തോന്നുന്നില്ല. ജയിച്ചതിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കുക, അതിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ല. ഇന്നിപ്പം KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, K സുധാകരൻ, ശശി തരൂർ, K മുരളീധരൻ, ഇത്രയും പേര് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ജയിക്കുകയാണെങ്കിൽ ആരാ മുഖ്യമന്ത്രി എന്നുള്ള ആശയക്കുഴപ്പം? ഞാനൊരു ഡിസ്പ്യൂട്ടിന് പോകുന്ന ആളല്ല. താങ്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ ജയിച്ചാൽ കണ്ടൻഡർ അല്ല? അത് ഞാൻ കണ്ടൻഡർ അല്ല. രണ്ടാമത്തത്, അങ്ങനെ ഉറപ്പിക്കാവോ? ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ എല്ലാം തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. രണ്ടാമത്തത്, മിക്കവാറും MP-മാരും അസംബ്ലിയിലേക്ക് മത്സരിക്കില്ല. കഴിഞ്ഞ തവണ എടുത്തപ്പോൾ കഴിഞ്ഞ തവണ നിയമത്തെ എൻ്റെ സ്പെഷ്യൽ കേസായിരുന്നു. കാരണം BJPയുടെ സിറ്റിംഗ് സീറ്റിലേക്ക് കോൺഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ടാണ് അന്ന് 2016 BJP ജയിച്ചത് എന്നൊരു ദുഷ്പേര് ഞങ്ങൾക്ക് ഉണ്ടായപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മത്സരിച്ചതാണ്. BJP തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴങ്ങനെയല്ല. അതുകൊണ്ട് അന്നും ആഗ്രഹിക്കുന്ന MP-മാർക്ക് അന്ന് സീറ്റ് കൊടുത്തിട്ടില്ല.
അപ്പോൾ ഇത്തവണയും കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അത് ഹരിയാനയിലും സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു എം പിന് ഷെൽജയ്ക്കൊക്കെ മത്സരിക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഹരിയാന നല്ല പാഠമല്ല നൽകിയത്. ഹരിയാനയിൽ പാഠമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് എം പിമാരെ സ്വാഭാവികമായിട്ടും പാർട്ടി അസംബ്ലിയിൽ പരിഗണിക്കില്ല. ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ 2-3 പേരെന്ന് പറഞ്ഞാൽ അവസാനം ചെന്നെത്തുന്ന 2 പേരുണ്ടല്ലോ, അവരെയൊക്കെ കോംപ്രമൈസ് ചെയ്ത് അതിനൊക്കെ പാർട്ടിയിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ഒരു കോംപ്രമൈസ് വരികയാണെങ്കിൽ തന്നെയും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ടഗ് ഓഫ് വാർ ഉണ്ട്. ഇല്ല, അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അവസരം കൊടുക്കണമെന്നില്ലേ? അല്ല, അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒന്ന്, ജയിച്ചു എന്ന MLA-മാരുടെ അഭിപ്രായങ്ങളും സ്വീകരിക്കും. അപ്പോൾ എനിക്കറിയാം, തെലങ്കാനയിൽ ഞാൻ നിരീക്ഷകനായിരുന്നു. ഞങ്ങൾ അന്ന് MLA-മാരുടെ കണക്കെടുത്തപ്പോൾ, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 67 MLA-മാരോ മറ്റോ ഉണ്ട്. 67-ൽ 50 പേരും രേവന്ത് റെഡ്ഡിയുടെ കൂടെയായിരുന്നു. 17 പേര് പല പേരുകൾ പറഞ്ഞു. ഒരു കൺസോളിഡേറ്റഡ് സപ്പോർട്ട് കിട്ടിയത് രേവന്ത് റെഡ്ഡിക്കാണ്. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കേരളത്തിലും അതേ പാറ്റേണിൽ തന്നെ, കർണാടക, ഹിമാചൽ പ്രദേശ് പാറ്റേണിൽ തന്നെ ജനങ്ങൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾ പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് ഗവൺമെൻറ് ഉണ്ടാകും. പക്ഷേ ഈ ഒരു പ്രചരണം ഇപ്പം തന്നെ ഇത്രയധികം കണ്ടൻറ്റേഴ്സ് ഉണ്ടെന്നുള്ളൊരു പ്രചരണം CPM അത് വളരെ നല്ല രീതിയിൽ മുതലെടുക്കും. CPM പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യാൻ, അല്ലെ നേതൃത്വത്തിൽ ഒരു ഐക്യം ഉണ്ട് എന്നൊരു ഫീല് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ടോ? അല്ല, അത് ഞങ്ങൾക്ക് അത് അറിയാം, ഇങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമാണ്, ഒരു കാലത്തും ഞങ്ങൾ ഏതെങ്കിലും നേതാവിനെ പ്രൊജക്റ്റ് ചെയ്ത് ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഒരു തർക്കവും കൂടാതെ പുതിയ ഗവൺമെൻറ് വരും കേരളത്തിൽ. ഇപ്പം തന്നെ ഈ MLA-മാർ ജയിക്കുന്നവർ തന്നെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർ തന്നെ ഈ മറുകണ്ടത്തേക്ക് ചാടുന്ന അവസ്ഥയുണ്ട്. ഇപ്പം തന്നെ ഏറ്റവും ഒടുവിൽ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ സരിൻ എന്ന് പറയുന്ന ആൾ പോയി. അതുപോലെ ഈ സീറ്റ് കിട്ടാത്ത, സീറ്റ് വിഭജനം തന്നെ ഇപ്പം 150 സീറ്റേ ഉള്ളൂ. അതിലെല്ലാ സീറ്റും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത പക്ഷത്തേക്ക് ചാടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അല്ല, അത് ഒരു ചീത്ത പ്രവണതയാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 957-ൽ ആദ്യത്തെ നിയമസഭാ ഇലക്ഷനിൽ കേരള നിയമസഭയിലേക്ക്, അതാണല്ലോ ആദ്യത്തെ ഇലക്ഷൻ. മറ്റേയൊക്കെ കൊച്ചി, തിരുകൊച്ചിയൊക്കെ ആയിരുന്നു. അന്ന് എൻ്റെ പിതാവ് തൃശ്ശൂർ മത്സരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇലക്ഷൻ കാലത്ത് ടൈഫോയിഡ് പിടിപെട്ട് ജവഹർലാൽ നെഹ്റു പ്രചരണത്തിന് വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിലദ്ദേഹം ചെറിയ വോട്ടിന് തോറ്റു ഡോക്ടർ AR മാനോട്. പക്ഷെ 60-ലെ ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. അദ്ദേഹം ഒരു അച്ചടക്കലംഘനവും കാണിച്ചില്ല, പാർട്ടിയിൽ ഉറച്ചു നിന്നു. 65-ൽ K. കരുണാകരൻ മാളയിൽ നിൽക്കുമ്പോൾ, മാള എന്ന പുതിയ നിയോജകമണ്ഡലം കോൺഗ്രസ് ഏറ്റവും ദുർബലമായിട്ടുള്ള നിയോജകമണ്ഡലമായിരുന്നു. അന്ന് തൃശ്ശൂർ ജില്ലയിൽ കേരള കോൺഗ്രസ്സിന് അല്പം ശക്തിയുള്ള ചില നിയോജകമണ്ഡലങ്ങൾ കൊടകര, മാളയൊക്കെയായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അവിടെ അദ്ദേഹം സീറ്റ് ജയിച്ചു. പിന്നീട് തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ അവസാനം വരെ മാളയിലാണ് മത്സരിച്ച് ജയിച്ചത്. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുള്ളപ്പോൾ, ഞാനിപ്പോൾ ഡോക്ടർ സരീൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് പറ്റിയൊരു പാളിച്ച, അദ്ദേഹം ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിനെ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. സ്ഥാനാർത്ഥിയായി അദ്ദേഹം പരാജയപ്പെട്ടു, കാരണം അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭയിൽ അവിടെ കുറേ പിക്ചർ മാറി. തവണ ആദ്യമായിട്ട് നല്ല വോട്ടിന് ഒറ്റപ്പാലം UDFന് മുൻതൂക്കം ഉണ്ടായി. ഇപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹം അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് 2026-ൽ ഒറ്റപ്പാലത്തിന് ജയിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ CR മഹേഷ് എങ്ങനെ കരുനാഗപ്പള്ളിയിൽ തോറ്റിട്ട് അദ്ദേഹം അവിടെ തന്നെ നിന്ന് ജോലി എടുത്തില്ലേ? ശരിയാണ്, പാലക്കാട് കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച സീറ്റാണ്. കാരണം ഞാൻ ആ കോൺസ്റ്റിറ്റ്യുവൻസി സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണ്. അവിടെ ലീഗും കോൺഗ്രസുമായിട്ട് സഖ്യമുള്ളിടത്തോളം കാലം ഇന്നത്തെ പാലക്കാട്, പഴയ പാലക്കാടല്ല ഇപ്പോഴത്തെ പാലക്കാട്, കോൺഗ്രസ് ഉറപ്പായിട്ട് UDF ജയിക്കുന്ന നിയോജകമണ്ഡലമാണ്. അവിടെ ചില പ്രയാസങ്ങൾ സരിനുണ്ടായിട്ടുണ്ട്, ശരിയാണ്. അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹത്തിന് എന്നോട് തന്നെ പരാതി പറഞ്ഞു, അദ്ദേഹത്തിനോട് നല്ലൊരു പെരുമാറ്റം ഉണ്ടായില്ല ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത്. അതൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിലുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അത് സരിൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ട് അടുത്ത തവണ ഒറ്റപ്പാലത്തിന് ജയിക്കാമായിരുന്നു. അപ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മറുകണ്ട, ഇപ്പോൾ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4ഓളം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ പരാജയപ്പെട്ടവർ LDFിലേക്ക് പോയിട്ടുണ്ട്. അതൊന്നൊരു നല്ല പ്രവണതയല്ല. അത് തുടരും എന്നാണ് പറയുന്നത്. അത് തുടരാനാണ്. പക്ഷെ അത് തുടർന്നാലും അവർക്കൊന്നും കാര്യമായിട്ട് രാഷ്ട്രീയ ഭാവിയൊന്നും ഉണ്ടാവില്ല.
ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത വന്നു. പക്ഷേ PV അൻവർ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി VS ജോയി ആയിരിക്കണം. ഇതെന്ത് അല്ല, അങ്ങനെ യാതൊരു അതേ ഒരു നിർദ്ദേശം പറഞ്ഞ് ജോയി ആണെങ്കിൽ ജയിക്കാൻ എളുപ്പമാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ അതെല്ലാം നോക്കിയിട്ടുള്ളത്. ഞങ്ങൾ ആ നിർദ്ദേശമൊന്നും ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഞങ്ങൾ നോക്കുമ്പോൾ നിലമ്പൂരത്തെ വോട്ടർമാരാണ് VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും. ഒരാൾ DCC പ്രസിഡൻ്റാണ്, മറ്റേ ആൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഷൗക്കത്ത് ഞങ്ങളൊരു ചാൻസ് അന്ന് കൊടുത്തിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്നത്തെ സാഹചര്യം കൊണ്ടായിരിക്കാം അദ്ദേഹം പരാജയപ്പെട്ടു. 2021 വന്നപ്പോൾ VV പ്രകാശാണ് മത്സരിച്ചത്. റിസൾട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ 2000 വോട്ടിന് ആ സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും യോഗ്യരാണ്. ആര്യാടൻ ഷൗക്കത്തിനൊരു പാരമ്പര്യമുണ്ട്. ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ തന്നെ വലിയൊരു പാരമ്പര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് ശ്രീ ആര്യാടൻ മുഹമ്മദാണ്. കോൺഗ്രസിൻ്റെ ഇത്രയേറെ ഗ്രൂപ്പ് വഴക്ക് കേരളത്തിലുണ്ടായിരുന്ന കാലത്ത് ഞാനൊക്കെ അതിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പങ്കാളികളാണല്ലോ. അന്ന് പോലും മലപ്പുറത്തെ അവസാന വാക്ക് ആര്യാടനായിരുന്നു. എൻ്റെ പിതാവ് തന്നെ പറയാറുണ്ട്, മലപ്പുറത്ത് വല്ലാതെ നമ്മൾ കയറി കളിക്കണ്ട, ആര്യാടനൊരു ഫാക്റ്റാണ് അവിടെ, അതുകൊണ്ട് അതുകൂടെ കണക്കാക്കി വേണം എന്ന് എന്നോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളത് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ. അവസാനം അൻവറിന് വഴങ്ങി ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയും ആര്യാടൻ ഷൗക്കത്ത് ഇടത് സ്വതന്ത്രനായിട്ട് വരികയും ചെയ്യുന്ന കാഴ്ച. അല്ല, ഞാൻ പറയാം, ഒരിക്കലും അൻവറിൻ്റെ നോമിനി ആയിട്ടുള്ള ആളാൽ അങ്ങനെ ഒരു നോമിനി ഇല്ല. പക്ഷേ ജോയി DCC പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷം പാർട്ടി പ്രവർത്തനം ഒരുപാട് പേർ മറ്റ് പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചാൽ കോൺഗ്രസ്സിൽ നിന്ന് പോകുന്നവരുടെ കണക്ക്, മലപ്പുറം ജില്ലയിൽ അങ്ങനെയല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ധാരാളം ആളുകൾ വന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെട്ടു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം, ഇപ്പോൾ മലപ്പുറം ജില്ലയിലത്തെ ഒരവസ്ഥ ഇന്നലെ വരെ ഉണ്ടായിരുന്നത്, ഇലക്ഷനിൽ അസംബ്ലിയും പാർലമെൻറ്റും വരുമ്പോൾ ഒരുമിച്ച് നിൽക്കും. പഞ്ചായത്തിൽ ശത്രുക്കളേക്കാൾ വലിയ ശത്രുതയായിരിക്കും. പലയിടത്തും മറ്റേ സാമ്പാർ മുന്നണി, അവിയൽ മുന്നണിയൊക്കെ ആയിരുന്നു മലപ്പുറത്ത്. പക്ഷേ പ്രകാശിൻ്റെ കാലം മുതൽക്കൊരു മാറ്റം ഉണ്ടായി. പ്രകാശ് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അത് ഊർജ്ജസ്വലതയോടുകൂടെ ജോയി നടപ്പാക്കി. അപ്പോൾ ജോയിനെയും മാറ്റി നിർത്താൻ വയ്യ, ഷൗക്കത്തിനെയും മാറ്റി നിർത്താൻ വയ്യ. അതുകൊണ്ട് രണ്ടുപേരോടും ആലോചന നടത്തിക്കൊണ്ട് മാത്രമേ പാർട്ടി തീരുമാനം എടുക്കുള്ളൂ. പിന്നെ ഇവിടെ നടത്തുന്നൊരു പ്രചരണം ആര്യാടൻ ഷൗക്കത്ത് LDFിലേക്ക് പോകുന്നതാണ്. ഒരിക്കലും അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റിന് ഒരുപാട് ശിക്ഷ അനുഭവിച്ച ആളാണ് ആര്യാടൻ മുഹമ്മദ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു സിറ്റിംഗ് മെമ്പർ മരണപ്പെട്ടാൽ, കൊല ചെയ്യപ്പെട്ടാൽ എതിർ സ്ഥാനാർത്ഥിനെ പ്രതിയാക്കുന്നൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടായത് നിലമ്പൂരാണ്. കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ പുള്ളി പ്രതിയാക്കപ്പെട്ടു. കാരണം 1% പോലും ആര്യാടൻ കുറ്റക്കാരനല്ല. ഞങ്ങൾക്കറിയാം. കാരണം ഒരു പൂച്ചയെ പോലും ദ്രോഹിക്കാൻ മടിയുള്ള ആളാണ് ആര്യാടൻ മുഹമ്മദ് എന്ന ആൾ. ഒരാളെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരും വിശ്വസിക്കില്ല. പക്ഷേ അതിൽ പ്രതിയാക്കുക മാത്രമല്ല, ഒരുപാട് ജയിലിൽ കടന്നു. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ കോടതി വെറുതെ വിട്ടെങ്കിലും ഒരു കുറ്റവാളി അനുഭവിക്കുന്ന പ്രയാസം അദ്ദേഹം അനുഭവിച്ചു. അതിൻ്റെ കാരണം ആരാ? CPM അല്ലേ? മനഃപൂർവ്വം അദ്ദേഹത്തിനെ പ്രതിയാക്കിയതല്ലേ? ഇന്നും ആര്യാടൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. അതെ, സഹകരിച്ചപ്പോഴും അദ്ദേഹം സ്വന്തം ഐഡൻറ്റിറ്റി അദ്ദേഹം കൈവിട്ടിട്ടില്ല. മാത്രമല്ല കോൺഗ്രസ് ആയി തിരിച്ചു വരാനുള്ളൊരു പാത ഇരിക്കുന്നത് ആര്യാടൻ മുഹമ്മദാണ്. പറയുമ്പോൾ അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ഒരു കാരണവശാലും പോവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരിക്കലും ആര്യാടൻ മുഹമ്മദിൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്, ഷൗക്കത്തിൻ്റെ അമ്മ. അവർക്കറിയാം സ്വന്തം ഭർത്താവ് അനുഭവിച്ച പീഡനം. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അനുഗ്രഹം കോൺഗ്രസ്സിനുണ്ടാവും. ഷൗക്കത്ത് സ്ഥാനാർത്ഥി അല്ലാന്ന് ഇപ്പോഴും പറയാൻ നിവർത്തിയില്ല. അവസാന നിമിഷത്തിൽ എന്ത് തീരുമാനവും വരാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസ്സിലുണ്ടാവും. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തിയിരിക്കുകയാണ്. ഒരു വർഷത്തോടെ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ പത്രങ്ങളിൽ വരുന്ന വാർത്ത KPCC പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ പോകുന്നു, KPCC പ്രസിഡന്റിനെ മാറ്റാൻ പോകുന്നു, DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നു. കോൺഗ്രസ്സിലാകെ ഇത്തരം ചർച്ചകൾ പൊതുവിഷയങ്ങളിൽ ഇടപെടാൻ സമയം കിട്ടുന്നില്ല. DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കണം എന്നുള്ള തീരുമാനമുണ്ട്. അത് നല്ല കാര്യമാണല്ലോ. ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ DCC പ്രസിഡന്റുമാർക്ക് അധികാരം നൽകുന്ന വിപുലമായിട്ടുള്ള സംവിധാനം വരാൻ പോവുകയാണ്.
പക്ഷേ കേരളത്തിൽ പുനഃസംഘടന എന്ന് പറയുമ്പോൾ നേതൃമാറ്റവും പുനഃസംഘടനയായിട്ട് വ്യത്യാസമുണ്ട്. പുനഃസംഘടന വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ നേതൃമാറ്റം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നിലവിലുള്ള പ്രസിഡന്റ് തന്നെ തുടരണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ ഇപ്പോൾ ലോക്സഭയിലൊക്കെ വൻ പിന്നെ അതാണ് പറഞ്ഞത്, ലോക്സഭയിൽ വൻ വിജയം ഉണ്ടായി, എല്ലാ ബൈ ഇലക്ഷനിലും കോൺഗ്രസ് ജയിച്ചു. അതൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പുറത്ത് പ്രചാരണം നടത്തിയാലും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും ഒരുമിച്ചാണ് ഇതുവരെയുള്ള എല്ലാ ബൈ ഇലക്ഷനും നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ചേലക്കര മാത്രമാണ് പരാജയം ഉണ്ടായത്, മറ്റെല്ലായിടത്തും വിജയിച്ചു. ചേലക്കര പ്രത്യേക സാഹചര്യം ഉണ്ടായി, അതാണ് അവിടുത്തെ പരാജയത്തിൻ്റെ കാരണം. മറ്റ് എല്ലാ സിറ്റിംഗ് സീറ്റുകളും ഇരട്ടി ഭൂരിപക്ഷത്തോടെ, ഇപ്പോൾ ഷാഫി 3500 വോട്ടിന് ജയിച്ച സ്ഥാനത്ത് 11,800, അങ്ങനെ ഓരോ കോൺസ്റ്റിറ്റ്യുൻസി എടുത്ത് നോക്കിയാലും വെറും ജയല്ല. ഒരു വോട്ട് പോലും നല്ല സ്വരച്ചേർച്ചയിലല്ല എന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ പറയുന്നത് അഭിപ്രായങ്ങളിലടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റണമെന്ന് ശക്തമായി വാദിക്കുന്ന ഒരാളാണ്, പരസ്യമായിട്ടല്ല, പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഒരു പാർട്ടിയുടെ സംവിധാനങ്ങളിലും അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പ്രസിഡന്റ് മാറണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പ്രവർത്തനം കൂടെ ശക്തമാക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് പ്രസിഡന്റിനെ സഹായിക്കാനുള്ള ഭാരവാഹികളുടെ എന്താ പറയേണ്ടത്, ഇപ്പോൾ സെക്രട്ടറിമാരില്ല പാർട്ടിക്ക്, ട്രഷറർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നത്, അങ്ങനെയുള്ള പോസ്റ്റുകൾ ഫില്ലപ്പ് ചെയ്തുകൊണ്ട്. എന്നാൽ DCCകൾ സമഗ്രമായിട്ടുള്ള അഴിച്ചുപണി, DCCകളിലൊക്കെ ഒന്നുകൂടെ ഉഷാറാക്കണമെന്നുണ്ട്. കാരണം കൂടുതൽ അധികാരങ്ങൾ വരുമ്പോൾ DCC പ്രസിഡന്റുമാർ കുറേ കൂടെ സ്ട്രോങ് ആവണം എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിന് തക്കവണ്ണുള്ള മാറ്റങ്ങളല്ല. അത് താങ്കൾ ജംബോ കമ്മിറ്റി വേണ്ടെന്ന് വേണ്ടെന്നുള്ള അഭിപ്രായം തന്നെയാണ് അന്ന് ഇന്ന് ഇരിക്കുന്നത്. അത് പുതിയതിൽ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ KPC യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു. കാരണം അതുകൊണ്ടാണ് ഈ താഴെ തട്ടിൽ ആളില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. എല്ലാവരും ബ്ലോക്കിലും മണ്ഡലത്തിലൊക്കെ വന്നാൽ താഴെ തട്ടിൽ ബൂത്തിലെ ആളെ കിട്ടില്ല. അതുകൊണ്ട് ആ നമ്പർ കുറച്ചുകൊണ്ട് നന്നായി പ്രവർത്തിക്കുന്നവർ, ഇപ്പോൾ അഹമ്മദാബാദ് AICCയുടെ വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നാണ്. അപ്പോൾ ആ തീരുമാനം ശക്തമായിട്ട് കേരളത്തിൽ നടപ്പാക്കും. അതിൽ AICCയുടെ കർശനമായിട്ടുള്ള ഗൈഡ് ലൈനും ഉണ്ട്. ഇപ്പോൾ പരസ്യമായിട്ട് സമ്മതിച്ചില്ലെങ്കിലും കേരളത്തിൽ KPCC പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ളൊരു വാദമായിട്ട് ഒരു വിഭാഗം ശക്തമായ രംഗത്തുണ്ട്. അത് ചില ആളുകൾക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്താ പറയേണ്ടത്, നിലവിലുള്ള സംവിധാനത്തിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ കേരളത്തിലില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി ഫോറത്തിൽ ആർക്ക് അഭിപ്രായം പറയാം, അതിൽ തെറ്റൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് മാത്രം മാറ്റലും നടക്കില്ല. പക്ഷെ എല്ലാ കാര്യത്തിലും ഫൈനൽ വേർഡ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഇപ്പോൾ പക്ഷേ അത്രയും ശക്തമാണോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഹൈക്കമാൻഡ് ശക്തമാണ്. കാരണം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും ഒക്കെ നാഷണൽ ഹെറാൾഡിൻ്റെ കേസിൽ അല്ല, അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ്. അത് ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും. കാരണം നഷ്ടത്തിലായൊരു കമ്പനിയുടെ സ്വത്തുക്കളൊക്കെ പാർട്ടി ഇവർ രണ്ടുപേരും കൈക്കലാക്കിയത് അതൊന്നും ശരിയല്ല. ഇതൊക്കെ ഡയറക്റ്റ് ബോർഡ് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും സുതാര്യമായി ചെയ്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയെ 4-5 ദിവസം ചോദ്യം ചെയ്താണ്. ഞങ്ങളൊക്കെ അന്വേഷണത്തിനോട് സഹകരിച്ചല്ലോ. ഏതെങ്കിലും ഒരു നോട്ടീസ് കിട്ടിയിട്ട് ഈ 2 നേതാക്കന്മാരും EDയുടെ മുമ്പിൽ പോകാതിരുന്നിട്ടുണ്ടോ? ഞങ്ങൾ EDയെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ EDയുടെ നോട്ടീസ് കിട്ടിയാൽ അതനുസരിച്ച് ഞങ്ങൾ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഒരു ദിവസത്തെ ഡിലേ പോലും ഉണ്ടാക്കിയിട്ടില്ല. സോണിയാഗാന്ധി പറയുമ്പോൾ ഈ അസുഖങ്ങളുള്ള സമയത്ത് പോലും അവരെ മണിക്കൂറുകൾ, ഇപ്പോൾ കാലത്ത് 10 മണി മുതൽ രാത്രി 8 മണി വരെയൊക്കെയാണ് ചോദ്യം ചെയ്തത്. ഒരു കാര്യത്തിൽ അവർ നിസ്സഹരിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് ED മോശവും കേരളത്തിലേക്ക് വന്നാൽ ED കേരളത്തിലെ ED എന്ന് പറഞ്ഞാൽ കേരളത്തിലെ EDയെ കുറിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. കാരണം വെറുതെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കലേ ഉള്ളൂ. ഇവിടെ മാത്രം ഓലപ്പാമ്പ്, അവിടെ പിന്നെ ആ രീതി അല്ല. അതല്ല വ്യത്യാസമുള്ള. ഇവിടെ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? നോട്ടീസ് അയക്കൽ മാത്രമല്ലേ ഉള്ളൂ. ചോദ്യം ചെയ്യുന്നുണ്ട് ചിലരെയൊക്കെ. ചിലരെ മാത്രം ചോദ്യം ചെയ്യാൻ അങ്ങേറ്റത്ത് ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയന് പകരം രമേശ് ചെന്നിത്തലയോ VD സതീശനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഇങ്ങനെയാണോ? സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും കയറി ചോദ്യം ചെയ്യില്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു അലിഗേഷനിൽ പെട്ടു എന്നുള്ള വാസ്തവമാണല്ലോ. അത് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ ചോദ്യം, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പൊളിറ്റിക്സ് ആണെങ്കിൽ ഇതും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ടല്ലോ, ചെയ്യാത്ത സേവനത്തിന് എങ്ങനെയാണ് കാശ് കൊടുക്കുന്നത്? അല്ല, ഈ കൈക്കൂലി വാങ്ങിച്ചതാണെങ്കിൽ ആരെങ്കിലും GST അടച്ച് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യണം. അല്ല, സേവനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു.
പക്ഷേ സേവനം കൊടുത്തവരും പറയുന്നത് കിട്ടിയവരും പറയുന്നത് അങ്ങനെയല്ല. ഒരു കേസിൻ്റെയും കേരളത്തിൽ മെറിറ്റിലേക്ക് ഇടി കടന്നിട്ടില്ല. ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമെന്നാണോ പറയുന്നത്? ജയിലിലിടില്ല. എന്താ പറയുന്നത്? അല്ല, ജയിലിൽ ഒന്നാമത് ഈ കേസ് ദുർബലപ്പെട്ടു പോവും. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, കോൺഗ്രസിനെ തോൽപ്പിക്കുക. BJPയുടെ ചില നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരുടെ പേര് പറയുന്നില്ല. അവർ പറഞ്ഞു രാജസ്ഥാനിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഞങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്, കാരണം അവിടെ ഞങ്ങളാ ബെനിഫിഷ്യറി നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ. പക്ഷേ കേരളത്തിൽ ഇവർ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളാ ബെനിഫിഷ്യറി, അത് ഞങ്ങൾക്കൊരു താല്പര്യമില്ല. അകത്താക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്നെ അകത്താക്കായിരുന്നു. പല BJP നേതാക്കളും പറഞ്ഞു. പ്രചരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഉള്ളതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കേസ് ഉണ്ടായിട്ട് ഒരനക്കം ഉണ്ടായില്ലല്ലോ. അല്ല, അത് പക്ഷേ ജനങ്ങൾ പോലും അത് ആ രീതിയിലല്ലേ എടുത്തു. ഇതൊന്നും മറ്റേ അല്ല, കേരളത്തിന് പുറത്ത് ഇടി പറഞ്ഞ ജനങ്ങൾ എടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി 3.25 ലക്ഷം വോട്ടിന് ജയിക്കുമോ UP? രാഹുൽ ഗാന്ധി ജയിച്ചെങ്കിലും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഇമ്പ്രൂവ് ചെയ്തു? 48 സീറ്റിൽ നിന്ന് 52ആയി, 52 100ലേക്ക് എത്തിയില്ലേ? ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഇപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ അടിയന്തരാവസ്ഥയെ തുടർന്നൊരു ഭരണ തുടർച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പക്ഷേ കൃത്യമായിട്ട് 2 ടേം ഇടതുപക്ഷത്തിന് ഭരണം കിട്ടി. പക്ഷേ അത് കോൺഗ്രസിൻ്റെ ഒരു പരാജയം കൂടിയല്ലേ? കാരണം കേരളത്തിലെ ഒരു പ്രബലമായ സമുദായം, ഈഴവ സമുദായം, ഇപ്പം അങ്ങയുടെ പിതാവ് ലീഡർ ഉള്ള സമയത്തൊക്കെ വളരെ കൃത്യമായ സമവാക്യങ്ങൾ പാലിച്ചു പോകുന്നു, അർഹതപ്പെട്ട സീറ്റുകൾ കൊടുക്കുന്നു. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ആകെയുള്ളത് 2 MPമാരും 1 MLAയുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം. ആ അവഗണന വലിയ തിരിച്ചടിയായില്ലേ? കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോയില്ലേ? ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, പൂർണ്ണമായിട്ട് ശരിയല്ല, എന്നാൽ പൂർണ്ണമായിട്ട് തെറ്റുമല്ല. പൂർണ്ണമായിട്ട് ശരിയല്ല എന്ന് പറയാം. അങ്ങനെ ഒരു ഉദാഹരണം പറയാം. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ്സിന് ഏറ്റവും വിജയസാധ്യതയുള്ള സീറ്റാണ് കൊയിലാണ്ടി. ആ സീറ്റ് കൊടുത്തത് ഈ സമുദായത്തിന്. R ശങ്കറിനെ പോലെ അഭയം നൽകിയ കണ്ണൂർ സീറ്റ് അതും ഈ സമുദായത്തിന് കൊടുത്തു. അതൊരു ഔദാര്യമാണോ? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ മത്സരിച്ച് ജയിച്ച സീറ്റ് ഷുവർ സീറ്റുകളായിരുന്നു. വടകരയിൽ ഞാൻ മത്സരിച്ച് ജയിച്ചു, ഷുവർ സീറ്റാണ് വടകര. അത് മുല്ലപ്പള്ളി മാറി അദ്ദേഹത്തിന് KPC പ്രസിഡൻ്റ് ആയതുകൊണ്ട് അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഞാൻ ജയിച്ച സ്ഥലത്ത് പിന്നെ കോൺഗ്രസ് ജയിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ജയിച്ചത്. AK ആൻ്റണി എങ്ങനെയാണ് ചേർത്തല ജയിച്ചത്? AK ആൻ്റണി, ഉമ്മൻചാണ്ടിയൊക്കെ കുട്ടി അവരുടെ ഏറ്റവും യൗവനകാലത്ത് മത്സരിച്ചത് കോൺഗ്രസ്സിന് 40% പോലും വിജയസാധ്യതയില്ലാത്ത നിയോജകമണ്ഡലങ്ങൾ. അല്ല, ലീഡറിൻ്റെ കാലത്തൊക്കെ ഈ എണ്ണം വളരെ കൂടുതലായിരുന്നു. അന്നേരം ആ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരുന്നില്ല എന്ന് വേണം ചിന്തിച്ചു. CP ജോണിനെ പോലെ ഇപ്പോൾ അവരുടെ പാർട്ടിക്ക് എത്ര സീറ്റില്ല എന്നുള്ളതല്ല, CP ജോണിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു, ഈഴവ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ കോൺഗ്രസ്സിന് പരാജയം സംഭവിച്ചു. അല്ല, കോൺഗ്രസ് കുറേ കൂടെ അതിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇപ്പം തന്നെ K സുധാകരനെ മാറ്റാൻ പോകുന്നു, എന്നിട്ട് വേറൊരു രീതിയിൽ അതിലെ കാര്യം മനസ്സിലാക്കേണ്ടത്, KPCCയിൽ ഞങ്ങൾ കമ്മ്യൂണൽ ബാലൻസ് എപ്പോഴും പാലിക്കാറുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാൻ KPC പ്രസിഡൻ്റായിട്ട് എൻ്റെ പേര് വല്ലതും പറയുമ്പോൾ ഞാൻ പറഞ്ഞു കമ്മ്യൂണൽ ബാലൻസ് തെറ്റിപ്പോവും. പ്രതിപക്ഷ നേതാവ് എൻ്റെ സമുദായമാണ്, ഞാനും കൂടെ KPCയിൽ വന്നു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ഒരു സമുദായത്തിൻ്റെ 2 നേതാക്കന്മാരാകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് വേണ്ട. അതുകൊണ്ടാണ് സുധാകരന് പകരം ആരെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഡിസ്പ്യൂട്ട് വരാൻ കാരണം ഈ ബാലൻസ് ഞങ്ങൾക്ക് നിലനിർത്തണം എന്തു വന്നാലും. സുധാകരന് പകരം ആ സമുദായത്തിൽ നിന്ന് ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മാറ്റി കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ള അന്നത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിച്ചാൽ മതി. ഒരു ഘട്ടത്തിൽ താങ്കളും AK ആൻ്റണിയും എന്നുള്ള രീതിയിൽ KPC പ്രസിഡന്റ് അല്ലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഏറ്റവും പാർട്ടിയുടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ലീഡറാണ് താങ്കൾ. എവിടെ ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ എത്ര തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, ഏത് വളരെ ക്രൈസിസ് ഉള്ള സ്ഥലത്തും താങ്കളെ കൊണ്ട് നിർത്താം. പക്ഷേ താങ്കളെ അറിയിക്കുന്ന രീതിയിൽ പാർട്ടി കരുതുന്നുണ്ടോ? കേരളത്തിൽ അവഗണിക്കുന്നില്ലേ? അല്ല, അതൊന്നും ഞാൻ നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളല്ലോ. പക്ഷേ പാർട്ടി കുറേ കൂടെ ഈ പിന്നോക്ക സമുദായങ്ങളുടെ കാര്യത്തിൽ കുറേ കൂടെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ താങ്കൾ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് പോയി. അവിടെ അതിനെ തുടർന്നൊരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായി, അതിൻ്റെ റിപ്പോർട്ടൊക്കെ എവിടെ പോയി? അല്ല, അതാണ് പാർട്ടിക്ക് പലപ്പോഴും പറ്റുന്നൊരു പാളിച്ച എന്ന് പറയുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടുകൾ ഫലപ്രദമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല. മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചാൽ ഇത് ആവർത്തിക്കില്ല.
ഇപ്പോൾ തൃശ്ശൂർ പോലത്തെ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കാരണവശാലും 3-ാം സ്ഥാനത്ത് പോകേണ്ടതല്ല. അതെ, അവിടെ എല്ലാ കാലത്തും LDFും UDFും ആയിട്ടാണ് മത്സരം. ഞാനവിടെ തൃശ്ശൂരിൻ്റെ ഒരു റിസൾട്ട് എന്നെ ദുഃഖിപ്പിക്കുന്ന മറ്റൊന്നുമല്ല. സുനിൽകുമാറാണ് ജയിച്ചിരുന്നെങ്കിൽ എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. കാരണം എങ്ങനെ തൃശ്ശൂർ BJP കടന്നു വന്നു, ഇരിഞ്ഞാലക്കുടയിൽ 1-ാം സ്ഥാനത്ത് വന്നു. ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് BJPയുടെ കടന്നു കയറ്റുണ്ട്. പക്ഷേ ഇരിഞ്ഞാലക്കുട ഏറ്റവും അധികം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലം, കോൺഗ്രസ്സിന് കുറച്ച് ബേസുള്ള നിയോജക മണ്ഡലം. അവിടെ ഒരു കാരണവശാലും അവിടെ 2-ാം സ്ഥാനത്താണ് വന്നത് ഞാൻ, 3-ാം സ്ഥാനം LDF ആയിരുന്നു. പക്ഷേ അത് തന്നെ സംഭവിക്കരുതായിരുന്നു. UDF 1-ാം സ്ഥാനത്ത് വരുമ്പോൾ അവിടെ LDF ആണ് 2-ാം സ്ഥാനത്ത് വരേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ LDF 3-ാം സ്ഥാനത്ത് പോയി. മൊത്തം വന്നപ്പോൾ UDF 3-ാം സ്ഥാനത്ത് പോയി. ഇപ്പോൾ CPMലെ വോട്ടുകൾ മറിഞ്ഞെന്ന് കോൺഗ്രസ് ആക്ഷേപിക്കുന്നു, കോൺഗ്രസിൻ്റെ വോട്ടുകൾ മറിഞ്ഞെന്ന് CPM ആക്ഷേപിക്കുന്നു. താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ള ചിലരെങ്കിലും താങ്കളെ കാര്യം അറിയില്ലേ? അല്ല, അതിൽ UDFൻ്റെ കുറേ വോട്ടുകൾ LDFിലേക്ക് പോയിട്ടുണ്ട്. ഉണ്ട്, അതുണ്ട്. അതുകൊണ്ടാണല്ലോ തോറ്റുപോയത്. LDFൻ്റെ വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ട്. അതങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ഒരു കാലത്തും കോൺഗ്രസ് ലീഡ് ചെയ്യാത്ത ചില പഞ്ചായത്തുകളുണ്ട്. താന്യം പഞ്ചായത്ത് CPMൻ്റെ ഉരുക്ക് കോട്ടയാണ്. താന്യം, ചാഴൂര്, ഈ പഞ്ചായത്തുകളൊന്നും ഒരു ട്രെൻഡിലും UDF ലീഡ് ചെയ്തിട്ടില്ല. അവിടെ BJP ലീഡ് ചെയ്തു. സുനിലിൻ്റെ പഞ്ചായത്ത് അന്തിക്കാട് ഒരുപാട് CPI നേതാക്കന്മാരുള്ള സ്ഥലമാണ്. ഇപ്പോൾ മന്ത്രി രാജൻ, അവിടുത്തെ MLA മറ്റേ നാട്ടി MLA മൂന്നൻ, പഴയ MLA എന്ന മറ്റേ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പഞ്ചായത്താണ്. അവിടെ ഇത്തവണ BJP 1-ാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ ആരുടെ വോട്ടാണ് പറയുന്നത്? അല്ലാതെ ഈ ഇപ്പോൾ LDFൻ്റെ വോട്ടും അല്ലെങ്കിൽ UDFൻ്റെ വോട്ടും ഒരുപോലെ BJPയിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ആലപ്പുഴ CPMൻ്റെ തന്നെ ഒരുപാട് വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിൽ, പാറ്റിങ്ങലാണെങ്കിലും അല്ലെങ്കിൽ ആലപ്പുഴയിലെയൊക്കെ അത് കണ്ടതാണ്. കോൺഗ്രസിൻ്റെയും പോകുന്നു. ഇതെല്ലാം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ CPMൻ്റെ ഉരുക്ക് വോട്ടുകളാണെന്ന് പണ്ട് പറഞ്ഞിരുന്നു. അതിൽ മാറ്റം വന്നു. അതിൽ കോൺഗ്രസിനും CPMനും പങ്കില്ലേ? അതിൽ കോൺഗ്രസിനും CPMൻ്റെയും കിട്ടേണ്ട വോട്ടുകളാണ് BJPയിലേക്ക് പോയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. കുറേ കൂടെ ആ സമുദായങ്ങളുടെ കാര്യത്തിൽ പാർട്ടി ജാഗ്രത കാണിക്കും എന്ന് ഞാൻ പറയാനുള്ള കാരണം ഉള്ള കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഓർക്കുന്നത് 91 ഇലക്ഷൻ കഴിഞ്ഞ് UDFന് ഭൂരിപക്ഷം കിട്ടി. അന്ന് KK രാമേന്ദ്രൻ മാഷ്, G കാർത്തികൻ, ഇവരൊക്കെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകളായിരുന്നു. അന്ന് എൻ്റെ പിതാവ് പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ട്. അത് ഞാൻ MP ആണല്ലോ. ഇങ്ങനെ വിളിച്ച അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവരൊന്നും സഹായിക്കാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജന്മം കൊണ്ട് നായരായിട്ടാണല്ലോ കണക്കാക്കുന്നത്. രാഘവൻ ദൈവവിശ്വാസിയല്ല, MP രാഘവൻ, പക്ഷേ നമ്പ്യാരാ, നായരേക്കാൾ മൂത്ത. NDPയുടെ മന്ത്രി രാമേന്ദ്രൻ നായരുണ്ട്, പിന്നെ R ബാലകൃഷ്ണപിള്ള, 4 നായർ മന്ത്രിമാരുണ്ട്. ഈഴവർക്ക് കൊടുക്കണ്ടേ? അത് ലീഗിനെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? കേരള കോൺഗ്രസ്സിന് കൊടുക്കാൻ കഴിയുമോ? അന്നാണെങ്കിൽ കഷ്ടകാലത്തിന് SRP മുന്നണിയിൽ നിന്ന് വിട്ടും പോയി, അവരുടെ ഒരാളുമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ 4 നായർ എന്നുള്ളതിന് ഈക്വലൻ്റായിട്ട് 4 ഈഴവൻ എന്നുള്ള സിറ്റുവേഷൻ അധികം കൊണ്ടുവന്നു. അങ്ങനെയാണ് KP വിശ്വനാഥൻ, MT പത്മ, സുധീരന് കൊടുക്കില്ല എന്നന്ന് വാശി പിടിച്ചെങ്കിലും അപ്പോഴും സമുദായത്തിന് അധികം കൈവിട്ടില്ല. അതിന് പകരം KP വിശ്വനാഥൻ എടുത്തു. അപ്പോൾ അങ്ങനെ 4 പത്മനാഭൻ വക്കീൽ, അങ്ങനെ 4 മന്ത്രിമാർ അന്നത്തെ കാലത്ത് ഈക്വലായിട്ട് കൊടുത്തു. അങ്ങനെയൊരു ബാലൻസ് പിന്നീട് ശ്രദ്ധിച്ചില്ല. അല്ല, ഞാൻ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. തീർച്ചയായും ലീഡറെ പോലുള്ള നേതാക്കൾ അത്തരം കാര്യങ്ങളിലെ ബാലൻസ് ചെയ്യുന്നതിനുള്ള വേണ്ടി എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തരവാദിത്തോടെ പെരുമാറി. ഇന്നത്തെ നേതൃത്വത്തിന് അതിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, അത് ഇനി കഴിയണം. അതൊരു പാളിച്ചയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് 2001 ശേഷം കോൺഗ്രസ് 1-ാം സ്ഥാനത്ത് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. ഞങ്ങൾ 5 കൊല്ലം ഭരിച്ചപ്പോഴും ഞങ്ങൾ 1-ാം സ്ഥാനത്തല്ല നിയമസഭയിൽ. 1-ാം സ്ഥാനം 45 അംഗങ്ങളുള്ള CPMനായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു മറ്റേ ഇലക്ഷന് മുമ്പ് അലയൻസ് ആയതുകൊണ്ടാണ് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടണ്ട എന്ന് ഗവർണർ പറയാൻ കാരണം. അപ്പോൾ അത് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം 2006 മുതൽ 2021 വരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് 1-ാം സ്ഥാനത്ത് വന്നിട്ടില്ല.
അപ്പോൾ അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും 2026 പുറത്തു വരിക. അതിനുള്ള ഏകീകരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഞങ്ങൾ ശശി തരൂർ ഇപ്പോൾ കേരളത്തിൽ വളരെ ഇന്ത്യ ഒട്ടാകെ പോപ്പുലറായ ലീഡറാണ്, പിന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മോദിയെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ല, അദ്ദേഹം ചെയ്യുന്ന കാര്യം അദ്ദേഹം കുറച്ച് ജാഗ്രത പാലിക്കണം. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലോ ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിലോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതേ സമയത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ MP കൂടിയാണ്. അതെ, അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു നിയന്ത്രണമുണ്ട്. പാർട്ടിയുടെ നയങ്ങൾക്ക് വിധേയമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഒരു ഘട്ടത്തിൽ K. സുധാകരൻ തന്നെ ശശി തരൂരിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു പാർട്ടിക്കാരനാകണം. ഞാൻ എൻ്റെ സാന്നിധ്യത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു പാർട്ടിക്കാരനാവണം, നിങ്ങൾക്ക് എല്ലാ കഴിവുമുണ്ട്, നിങ്ങൾക്ക് സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ ഇതിനെല്ലാം ഉപരി നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു MP ആണ്, അതനുസരിച്ച് നിങ്ങൾ നീങ്ങണം എന്ന് പറയുണ്ടായി. അപ്പോൾ ഏതായാലും പക്ഷേ ഇപ്പോൾ ഈ അഹമ്മദാബാദ് AICCക്കൊക്കെ ശേഷം അദ്ദേഹം കുറേ കൂടെ മയപ്പെട്ട് പാർട്ടിക്ക് വിധേയനാവുന്നുണ്ട്. ഇപ്പോൾ CPMന് ദേശീയ തലത്തിൽ പുതിയ ജനറൽ സെക്രട്ടറി വന്നു, MA ബേബി. കേരളത്തിൽ BJPക്ക് പുതിയ അധ്യക്ഷൻ വന്നു, രാജീവ് ചന്ദ്രശേഖർ. ഇതൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത്? അല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. CPMന് കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരിടത്തും പേരില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരാളെ വയ്ക്കാൻ തീർച്ചയായിട്ടും മറ്റ് ഘടകങ്ങളും സമ്മതിച്ചു. ബംഗാൾ ഘടകം എതിർത്തെങ്കിലും ബംഗാൾ ഘടകം വളരെ ദുർബലപ്പെട്ടു പോയി. കാരണം അസംബ്ലിയിൽ പോലും ഒരാളെ ജയിപ്പിക്കാൻ കഴിയുന്നില്ല. ത്രിപുരയിൽ ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ്. മറ്റുള്ള സ്ഥലത്തൊക്കെ CPMൻ്റെ വെറും പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ, ശക്തിയില്ല. ഇപ്പോഴും അവർക്കൊരു പേരുള്ള സ്റ്റേറ്റ് കേരളമാണ്. അതുകൊണ്ട് തന്നെയാണ് MA ബേബിക്ക് ഇങ്ങനത്തെ ചാൻസ് കിട്ടാൻ കാരണം. രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആൾക്കാർ പോകാനില്ല. അങ്ങനത്തെ ഒഴുക്കൊന്നും ഉണ്ടാവില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരൻ ഒരു പൊളിറ്റീഷ്യൻ അല്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. എന്നാൽ ഒരു റെപ്യൂട്ടേഷനുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ BJPക്കാരനായതുകൊണ്ട് അദ്ദേഹം മുഴുവൻ മോശക്കാരനാണെന്ന് ഞാൻ പറയില്ല. അയാൾക്ക് നല്ല റെപ്യൂട്ടേഷനുള്ള ആളാണ്. പക്ഷേ കേരളത്തിലെ BJPയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. താങ്കൾ പറഞ്ഞു നേരത്തെ പല പല സമരങ്ങളോട് ഈ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം, അങ്ങനെ ഒന്നിലധികം ഇഷ്യൂസ്, പല പല പ്രശ്നങ്ങളുണ്ട് ഈ സർക്കാരിൻ്റെ മുന്നിൽ, അല്ലെ സർക്കാരിൻ്റെ അവഗണന നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നു. അതല്ല, ഈ പല സമരങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടില്ലേ. ഞാൻ ആശാ വർക്കർമാരുടെ സമരം തന്നെ, ഇപ്പോൾ അവരുടെ സംഘടന എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സംഘടന. അതിൽ പക്ഷേ SUCIയുടെ ഒരു പിടിവാശി കൂടി ഇല്ലേ? പിടിവാശിയില്ല. കാരണം ഞാൻ ചോദിക്കുന്നത്, പുതുച്ചേരി സംസ്ഥാനത്ത് വരും 10,000 രൂപ കൊടുക്കുമ്പോൾ ഇവർ അവസാനം പറഞ്ഞാൽ എന്താ? 1000 UDF കൊടുത്തത് 7000 ആക്കിയത് ഈ സർക്കാരാണെന്നാണ് അവർ പറയുന്നത്. അതെന്തുകൊണ്ട് 10,000 ആയിക്കൂടാ? എന്താ 10,000 7,000 കൊണ്ട് കഴിയാൻ പറ്റുമോ? ഈ സമരത്തെ ഞാൻ PSC ചെയർമാൻ്റെ ശമ്പളം എത്ര കൂട്ടി? PSC അംഗങ്ങളുടെ ശമ്പളം എത്ര കൂട്ടി? 25 കോടി ആഘോഷിക്കാനുണ്ടോ? ഞാൻ 4ാം വാർഷികം 25 കോടി, മുഖ്യമന്ത്രിയുടെ ഫോട്ടോന് 15 കോടി. ഇപ്പോൾ ആശമാരുടെ സമരത്തെക്കുറിച്ച് INTUC പ്രസിഡന്റ് പറഞ്ഞത്, ഒരു സമരം നടത്തുമ്പോൾ ഒരു ഒത്തുതീർപ്പും വിട്ടുവീഴ്ചയൊക്കെ വേണമെന്ന്. വിട്ടുവീഴ്ച തയ്യാറാണല്ലോ അവർ. പക്ഷേ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് 21,000 രൂപ തന്നെ കിട്ടണമെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കമ്മീഷനൊക്കെ വെച്ചോ കുഴപ്പമില്ല, പക്ഷേ ഒരു 3,000 രൂപ കൂട്ടിത്തരിക, അത്രയല്ലേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ ഒരു സമരം LDFൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കുവാനാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അനുകൂലമായി സാഹചര്യങ്ങൾ കോൺഗ്രസ് പ്രയോജനപ്പെടുത്തുന്നു. അതിൻ്റെ പേരിൽ റോഡിൽ ആ വിഷയം മാത്രമല്ല, കത്തിച്ചാൽ ഈ സമരത്തിന് ഇന്ന് കിട്ടുന്ന പിന്തുണ കിട്ടില്ല. ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലിക്കുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും വരെ രംഗത്ത് വന്ന് പരസ്യമായിട്ട് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. നേരെ മറിച്ച് അതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് തന്നെ ബസ് തടയുക, കടകൾക്ക് തീ വെച്ചാൽ ഈ സമരം അന്ന് പൊളിയും. ഇത് 65 ദിവസം നീണ്ടു നിൽക്കാൻ കാരണം ഒരു സഹന സമരത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഈ സർക്കാർ 10ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്, തുടർ ഭരണത്തിൻ്റെ. പക്ഷേ ഈ ഒരു സമരം മാത്രമല്ലാതെ കേരളത്തിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസ് വിജയിക്കുന്നുണ്ടോ? ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയോര സമരജാഥ പ്രതിപക്ഷ നേതാവ് നയിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി രാഷ്ട്രീയ കാര്യങ്ങൾക്കല്ലാത്തൊരു യാത്ര നടത്തുന്നത്. മറ്റേ എന്താ, ഫണ്ട് കളക്ഷൻ, അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള മോചന യാത്ര, അങ്ങനെ പറഞ്ഞിട്ടുള്ള യാത്രകളാണല്ലോ. ഞാൻ നടത്തിയ നവചേതന യാത്ര, കോൺഗ്രസിന് ചൈതന്യം നൽകാനുള്ള യാത്ര. പക്ഷേ VD സതീശൻ നടത്തിയ യാത്ര മലയോര പ്രദേശങ്ങളിൽ കാട്ടാനയുടെയും വന്യജീവികളുടെയും ആക്രമണം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ബെൽറ്റിലൂടെ നടത്തിയ യാത്രയാണ്.
ഇപ്പോൾ തീരദേശ യാത്ര ഇന്ന് മറ്റന്നാൾ നടത്തേണ്ടതാണ്. പക്ഷേ നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നുള്ളതുകൊണ്ട് മാറ്റിവെച്ചാണ്. ഇതൊക്കെ ഇതാണ് ഏറ്റവും വലിയ ജനകീയ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇപ്പം മലയോര പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എം പി ആയിരിക്കുമ്പോൾ കോഴിക്കോട് എം പി ആയിരിക്കുമ്പോൾ വയനാട് കോഴിക്കോടിൻ്റെ കൂടെയാണ് കൽപ്പറ്റയും ബത്തേരിയൊക്കെ. ഇന്ന് അവിടുത്തെ ഒരവസ്ഥ, ഇപ്പോൾ വയനാട്ടിൽ പൊഴുതനയിൽ എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ സ്വത്ത് നിന്ന് കിട്ടിയിട്ട് ചെറിയ വീട് അവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു കാട്ടുപോത്ത് വന്ന് ആ മതിൽ മുഴുവൻ കുത്തിപ്പൊളിച്ച് പൊഴുതന ടൗണിൻ്റെ അടുത്ത വീട്. സുൽത്താൻ ബത്തേരിയിൽ കടുവ ആക്രമിച്ച് മുനിസിപ്പാലിറ്റീൻ്റെ അകത്താണ്. ഇപ്പം മലയോര ജാഥ നടത്തിയത് നല്ല കാര്യമാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങൾ സജീവമായിട്ടുണ്ടെങ്കിലും കോൺഗ്രസിനുള്ളിലുള്ള തർക്കങ്ങൾ കാരണം ഇതൊന്നും ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന അല്ല. ഈ മലയോര സമര ജാഥയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു, കിട്ടിയിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്ത ആളാണ്. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കൂ? അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂരെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു എലക്ഷൻ മത്സരിക്കാനുള്ളൊരു മൂഡുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആ മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൃശ്ശൂർ മത്സരിക്കേണ്ടി ഇരുന്നില്ല, ഒരു നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ല എന്നൊരു ഫീലിംഗ് ഇപ്പോഴുണ്ട്. അതിപ്പോഴുണ്ട്. നോ പറയേണ്ട സ്ഥലത്ത് പറയണമെന്ന് ഇപ്പോൾ മനസ്സിലായി. നമ്മൾ രാഷ്ട്രീയത്തിൽ എത്ര സീനിയർ ആണെങ്കിലും അനുഭവങ്ങൾ കൊണ്ടേ കാര്യങ്ങൾ പഠിക്കൂ. നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ എം പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. വടകര തന്നെ അല്ലേ? അവിടുന്ന് ശൈല ടീച്ചർ വന്നതുകൊണ്ട് ഒരു ആശയക്കുഴപ്പം അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഞാൻ 5 കൊല്ലം എം പി ആയിരുന്നു സാർ. അതെ അതെ. അവിടെ ഏത് കൊലകൊമ്പനെ നിർത്തിയാലും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ചുമതല എനിക്കുണ്ട്. ഞാൻ തയ്യാറുമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ മാറേണ്ടി വന്നു. അപ്പോൾ അതിൽ നിന്നും അന്ന് നോ എന്ന് പറഞ്ഞാൽ അവരെന്നെ മാറ്റില്ലായിരുന്നു. ഞാൻ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഇനി അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം എല്ലാ കാര്യങ്ങളും നോക്കിയാൽ തീരുമാനം എടുക്കും. ഇപ്പം അങ്ങയുടെ സഹോദരി BJP യിൽ ചേർന്നു. ഇപ്പം പക്ഷേ പദവികളൊന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടിയില്ല. അതല്ലേ പറഞ്ഞു, ഇവിടുന്ന് തിരക്കിട്ട് ചാടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അല്ല, ഇപ്പം അന്ന് പറഞ്ഞിരുന്നു, അന്ന് ഇപ്പം നിങ്ങൾ തമ്മിൽ സ്വത്ത് തർക്കമോ അങ്ങനൊന്നും ഇല്ല, പക്ഷേ സഹോദരി എന്നുള്ള സ്നേഹമുണ്ട്, പക്ഷേ കണ്ടാൽ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് മാറ്റം വന്നില്ല. അതിന് മാറ്റം വന്നില്ല. ഇപ്പോഴും അതേപോലെ തന്നെ തുടരുക. ഇപ്പോഴും മിണ്ടാതിരിക്കുക. ഇപ്പോഴും കഴിയുന്നതും മുഖം കൊടുക്കാറില്ല, കണ്ടാൽ തന്നെ മിണ്ടാറുമില്ല. അല്ല, അത്രയ്ക്കൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇത് വേണോ? ഞാൻ പറഞ്ഞ ആ തെരഞ്ഞെടുത്ത സമയത്തിനോടാണ് എനിക്ക് വിയോജിപ്പ്. ഇപ്പോൾ അവർ നേരത്തെ തന്നെ പാർട്ടി വിട്ടുപോയിരുന്നെങ്കിൽ, ഇത് ഒരു ഇലക്ഷൻ്റെ മുമ്പിൽ പാർട്ടി നിൽക്കുമ്പോൾ അതുവരെ സഹായിച്ച പാർട്ടീനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ഇലക്ഷൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ, നേരെ മറിച്ച് ഒരു 6 മാസം മുമ്പാണ് അവർ പോയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിമർശിക്കില്ല. കാരണം ഓരോരുത്തരും ഇഷ്ടമാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ ഒരു പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആ പാർട്ടിയെ വഞ്ചിച്ച് പോയി എന്നുള്ള ഫീലിംഗാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡ് എടുക്കാൻ കാരണം. അതുപോലെ ദിവ്യ അയ്യർ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കളൊക്കെ പോലൊരു മുതിർന്ന നേതാവ് പ്രതികരിക്കേണ്ട കാര്യമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ചില സിവിൽ സർവീസ് നിയമങ്ങളുണ്ട്, അത് ആര് ലംഘിച്ചാലും അത് തെറ്റ് തന്നെയാണ്. തെറ്റായിട്ട് തന്നെ ചൂണ്ടിക്കുക. നമ്മൾ സീനിയർ ജൂനിയർ നോക്കിയിട്ട് കാര്യമില്ല. ഒരു സിവിൽ സർവൻ്റ് അങ്ങനെ തെറ്റ് ചെയ്താൽ അതൊരിക്കലും ന്യായീകരിക്കരുത്. അതേസമയത്ത് ഞാൻ പ്രശാന്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണോ അല്ലയോ എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചോട്ടെ. ലംഘനമാണോ അല്ലേ? ഏതാ ലംഘനമാണോ അല്ലേ? അല്ല, പരസ്യമായിട്ട് പ്രതികരിക്കുന്ന രീതി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് ശരിയല്ല. അതല്ല. അപ്പോൾ ഇവർ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളെ കുറിച്ച്, വർക്ക് ചെയ്തിരുന്ന ഒരാൾ എന്ത് സ്ഥാനം, ഇപ്പോൾ രാകേഷ് ഒരു MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു, അനുമോദിച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ രാധാകൃഷ്ണൻ അനുമോദിച്ചാലേ ഞാൻ വല്ലതും പറഞ്ഞു. കെ രാധാകൃഷ്ണൻ ഒരു നല്ല മന്ത്രിയായിരുന്നു, അദ്ദേഹം MP ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വകുപ്പിന് നേതൃത്വം നൽകിയൊരു മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് മറ്റൊരു സ്ഥാനത്ത്, അത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റാണ്. അങ്ങനെയുള്ള ഒരാളെ അഭിനന്ദിക്കുന്നത് തെറ്റില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഞാൻ തെലുങ്കാന റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഹൈദരാബാദിലുണ്ട്. ഇലക്ഷൻ റിസൾട്ട് വന്ന് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടി. പാർട്ടി ലീഡറും തിരഞ്ഞെടുത്തിട്ടില്ല. ഭൂരിപക്ഷം കിട്ടിയ ഉടനെ അവിടുത്തെ DGP ഒരു ബൊക്കെയായിട്ട് രേവന്ത് റെഡ്ഡിനെ കണ്ട് ബൊക്കെ കൊടുത്തു. 24 മണിക്കൂറിന് അയാളെ ഇലക്ഷൻ കമ്മീഷൻ മാറ്റി. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇയാളുടെ മുഖ്യമന്ത്രി ആയിട്ടില്ല, പെരുമാറ്റച്ചട്ടമുണ്ട്, പെരുമാറ്റച്ചട്ടം ഇന്ന് രാത്രി അവസാനിക്കൂ, ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് ബൊക്കെ കൊടുത്തു, അത് ചട്ടലംഘനം. പക്ഷേ ദിവ്യ അയ്യരുടെ അഭിപ്രായം വിവാദമാകാൻ കാരണം അവരുടെ ഭർത്താവ്
KS ശബരിനാഥൻ അത് കോൺഗ്രസ് ഞാൻ നേതാവായിരുന്നു. പറയാം, അത് മാത്രമേ അതിലൊരിക്കലും ഒരു IAS ഉദ്യോഗസ്ഥ IPS ഉദ്യോഗസ്ഥയ്ക്കൊക്കെ എല്ലാ സ്ത്രീകൾക്കും അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാം. പക്ഷേ ഇത് സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കണ്ണൂർ പോലൊരു ജില്ലയിലേക്ക് പോയ പാർട്ടി സെക്രട്ടറി, അത് തെറ്റായിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല പിണറായി വിജയൻ പങ്കെടുത്തൊരു യോഗത്തിൽ എനിക്ക് വന്ന് വിഴിഞ്ഞത്തെ പ്രവൃത്തി ഉദ്ഘാടനത്തിന് പിണറായി വിജയനെ പ്രശംസിച്ചാൽ ഞാൻ കുറ്റം പറയില്ല, മുഖ്യമന്ത്രിയാണ്, ഒരു IAS ഉദ്യോഗസ്ഥ ഗവൺമെൻറ്റിന് വിധേയമായിരിക്കണം. അതേസമയത്ത് ഇതിനു മുമ്പുള്ളവരാരും ചൊവ്വായിരുന്നില്ല. പ്രഗത്ഭനായ പട്ടംതാണുള്ള K കരുണാകരൻ, CPM-ൽ തന്നെയുള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, EK നായനാർ, ഇവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ശരിയല്ല ക്രിട്ടിസൈസ് ചെയ്തു, ഇന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എന്ന് വിചാരിച്ച് നാളെ ഒരു പൊതുചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങൾ പറയാൻ ഉദ്യോഗസ്ഥർ കടപ്പെട്ടവരാണ്. അങ്ങനെ ചെയ്താൽ ഒരിക്കലും ഞാൻ വിമർശിക്കില്ല. പക്ഷേ ഇതങ്ങനെയല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് വിഘാതമാകാൻ പോകുന്നത് പാർട്ടിയിലെ ചേരിപ്പോരും ഗ്രൂപ്പിസോ ആയിരിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരിക്കലും പാർട്ടീൻ്റെ വിജയത്തിനെ ബാധിക്കില്ല. 2026 UDF അധികാരത്തിൽ വരും, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ നേരത്തെ ചോദിച്ച പോലെ കമ്മ്യൂണൽ ബാലൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ വിജിലൻ്റ് ആവും. അപ്പോൾ അങ്ങയുടെ പ്രതീക്ഷകൾ സഫലമാവട്ടെ. എല്ലാ ആശംസകളും.